ഈ ഹൈക്കോടതിയിൽ നിന്നടക്കം വലിയ വിമർശനമാണ് സർക്കാരിനുണ്ടായത് ഈ ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ തന്നെയാണോ പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? സജീവമായ വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയിൽ ഇന്നലെ വിലക്കയറ്റമാണ് ഉന്നയിച്ചതെങ്കിൽ ഇന്ന് പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ്. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ UDF വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ അവർ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് സഭയിലേക്ക് എത്താൻ പോകുന്നത് സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ശബരിമല ക്ഷേത്രത്തിനോട് ചേർന്നുള്ള 2 രൂപങ്ങളിൽ നിന്നും ഇളക്കി മാറ്റിയിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കി മാറ്റിയിട്ടുള്ള പാളികൾ, സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി കൊണ്ടുപോയി എന്നതാണ്, അഴിച്ചുകൊണ്ടുപോയി എന്നതാണ് ആദ്യമുണ്ടായത്. അതിനുശേഷം വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ നേരത്തെ തന്നെ ചെയ്തു തന്നിരുന്ന ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വരികയും ചെയ്തു. അദ്ദേഹം ആ ശില്പങ്ങൾക്ക് താഴെയുള്ള പീഠത്തിലും പ്രത്യേകം സ്വർണം പൂശുന്നതിനായി സ്വർണം നൽകിയിരുന്നു. 3 പവനോളം സ്വർണം വെച്ചുകൊണ്ട് ഈ 2 പീഠങ്ങളും പൂശി നൽകിയിരുന്നു. എന്നാൽ അവ ഇപ്പോൾ കാണാനില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം ഇടപെടുകയും ചെയ്തു. ഈ സ്വർണ്ണ തൂക്കത്തിൽ തന്നെ 4 കിലോയുടെ വ്യത്യാസം ഇതിനകത്തുണ്ടായി എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരോടക്കം ഹൈക്കോടതി ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് വിശദീകരണം നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ഈ പീഠത്തിന്റെ സ്വർണ്ണപ്പാളികൾ കാണാതായിരിക്കുന്ന സംഭവം. ഇക്കാര്യങ്ങളൊക്കെയും ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. പ്രധാനമായും അക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയും പ്രതിപക്ഷം സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ KSUവിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്കടക്കം മാർച്ച് നടന്നിരുന്നു. ആ നിയമസഭയിലേക്കടക്കം നടന്ന മാർച്ചിൽ ഏറെ സംഘർഷമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പ്രധാനമായും പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSUവിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. അത് ഇന്നലെ ഏകദേശം 20ഓളം തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന തരത്തിലേക്കും തുടർന്ന് KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പോലീസിന്റെ അതിക്രമങ്ങൾ തുടർച്ചയായി തുടരുന്നു എന്നത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷം ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാർ സ്വീകരിച്ച നടപടികളും ഒപ്പം ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത ഉൾപ്പെടെ ഇന്നത്തെ ചോദ്യോത്തര വേളയിലടക്കം ഉയർന്നു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നിലവിൽ വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ സ്വകാര്യ ബില്ലുകൾ മാത്രമായിരിക്കും ഇന്നത്തെ സഭാ നടപടികളിൽ ഉണ്ടാവുക എന്ന കാര്യവും കൂടിയുണ്ട്. എന്തുതന്നെയായാലും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വളരെ സജീവമായ ഒരു സഭാ സമ്മേളന ദിവസത്തിനായിരിക്കും ഇന്നും വേദിയാവുക. കാരണം ഏറ്റവും പ്രധാനം നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാളെ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിനുള്ള പാളിച്ചകൾ സർക്കാരിന്റെ ഇതിനകത്ത് വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നതും ഭക്തരോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളടക്കം ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിഷയങ്ങളും സജീവ വിഷയങ്ങളും ഇന്ന് സഭയിൽ ഉണ്ടാവും. ശരി, ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം നാളെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒപ്പം KSU മാർച്ചിലുണ്ടായ സംഘർഷം അടക്കം ഉന്നയിക്കും. രജിത്ത് ചൂണ്ടിക്കാട്ടിയ പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും സഭയിൽ ഉണ്ടാവുക. സഭയിൽ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്.